സ്വാഗതം. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ നമ്മൾ നിരവധി പെൺകുട്ടികളുടെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ സ്ത്രീധന പീഡനം നേരിട്ട് അവിടങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മരണം വരെ സംഭവിച്ച പെൺകുട്ടികളെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം വന്നപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, നമ്മൾ ഓരോരുത്തരും ഇടപെട്ടതാണ്. ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു, തനിക്ക് കളവ് പറയേണ്ടി വന്നു. ആ ഒരു സമ്മർദ്ദ സമയത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നു. അതിൽ പശ്ചാത്താപമുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇപ്പോഴും പെൺകുട്ടി ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്താനുള്ള യഥാർത്ഥ കാരണം എന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ പശ്ചാത്താപം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞ് എന്നതൊക്കെ വാസ്തവം തന്നെ ആയിരിക്കാം. എന്താണ് എന്നത് നമുക്ക് വ്യക്തമല്ല. താങ്കൾക്ക് എന്താണ് ഈ പെൺകുട്ടിയുടെ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത്? വീട്ടുകാരുടെ ഇടപെടലിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത് തെറ്റായി പോയി എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അതോ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി പെൺകുട്ടി വീണ്ടും മാറ്റി പറയുന്നതായി സംശയിക്കുന്നുണ്ടോ? എന്താണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്? എല്ലാ രീതിയിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിന്റെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. നമ്മളൊരു വിവരം കേട്ട ആ ഒരു അറിവിൽ വെച്ചാണ് പലപ്പോഴും ഒരു കാര്യം അപഗ്രഥിച്ച് പറയുന്നത്. അപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് താന് ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുത്ത് അങ്ങനെ ആ ചെറുപ്പക്കാരൻ നാട് വിട്ടു പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെ സസ്പെൻഷനിലായ ഒരു പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചു പറയുന്നു. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അന്ന് പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞത് കളവാണ്. ഇത് ഏതാണ് കളവെന്നാണ് നമുക്ക് അറിയാത്തത്. ഇപ്പൊ കുറ്റബോധം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുറ്റബോധം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ടും ആയിരിക്കാം. ഇന്ന് തന്നെ ഞാൻ ഒരു പോക്സോ കേസിൻ്റെത് ഞാൻ ശ്രദ്ധിച്ചത്, പലപ്പോഴും ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിന് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുട്ടികള് അത് സ്ത്രീകളാണെങ്കിലും കേട്ടോ, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ പീഡിപ്പിച്ച കേസും പുരുഷന്മാർ പീഡിപ്പിച്ച കേസും ഒക്കെയും തന്നെ ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിൽ പോയി ഈ പരാതി കൊടുത്തവർ തന്നെ കോടതിയിൽ ചെന്ന് ജഡ്ജിനോട് പറയും, ഞങ്ങൾക്കൊരു പരാതിയും ഇല്ല, ഞങ്ങൾ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാണെന്നുകൊണ്ട് ക്ഷമ പറഞ്ഞിറങ്ങി വരുന്ന കേസസ് ഒരുപാടുണ്ട്. അപ്പൊ അത്തരം രീതിയിലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ഇനിയും അത്ര രീതിയിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു കരുതലോ കൊടുക്കാനായിട്ട് നമ്മുടെ നിയമം സംവിധാനം ചിലപ്പോൾ മടിക്കും. കാരണം ഈ പറയുന്നത് സത്യമാണോ കള്ളമാണോ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണോ എന്നൊരു ഊഹമില്ലാത്തത് കൊണ്ട്. അത് തന്നെയല്ല, പൊതുജനവും മടിക്കും. കാരണം ഇത് നുണ പറയുകയാണോ ശരി പറയുകയാണോ? കാരണം ഇത്തരം കാര്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട്. കാരണം എനിക്കറിയാവുന്ന തന്നെ 498 കേസ് ചാർജ് ചെയ്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അതായത് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പുരുഷന്മാരുടെ എതിരെ കേസ് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ എതിരെ കേസ് പറഞ്ഞു കൊടുക്കാനുള്ള ലക്ഷ്യത്തിൽ തന്നെ ഈവൻ മാധ്യമപ്രവർത്തകരെ പോലും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയ കേസസ് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം മാനിപ്പുലേഷൻസ് സ്ത്രീകളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കമായിട്ടാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് നിയമത്തെയും കബളിപ്പിച്ച് പോലീസിനെയും കബളിപ്പിച്ച് കള്ളം പറഞ്ഞ് അത് മാതാപിതാക്കളുടെ പ്രേരണയാണെങ്കിലും സ്വയം പ്രേരണയാണെങ്കിലും ആരുടെ പ്രേരണയാണെന്നുണ്ടെങ്കിലും അങ്ങനെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിയമത്തിന്റെ പരിരക്ഷ കിട്ടേണ്ടവർക്ക്, സഹായം കിട്ടേണ്ടവർക്ക് പോലും അതൊരു പ്രശ്നമായി തീരത്തക്ക, അല്ലെങ്കിൽ അവരോട് അനുകമ്പാപൂർണമായി ആരും പെരുമാറാത്ത രീതിയിൽ, അവർക്ക് വേണ്ടുന്ന സഹായം കിട്ടാത്ത രീതിയിൽ അവര് കാര്യങ്ങളെ തീർച്ചയായും നമ്മൾ അത്രയും കെയർഫുൾ ആയി വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നത് തന്നെയാണ് ഞാനും അത് മനസ്സിലാക്കുന്നു. ഡോക്ടർ എൽസി